അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. എൻ്റെ പേര് ബെറ്റി സാബു. ഞാൻ ലോക്കോട് നിന്ന് വരുന്നു. ഒരു വചനത്തിൻ്റെ ശക്തിയാണ് അത്. അന്ന് മുതൽ ഞങ്ങൾ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പങ്കെടുക്കുമായിരുന്നു. ഞാൻ പോകുമായിരുന്നു, പക്ഷേ എല്ലാ ദിവസവും ഹസ്ബൻഡിന് വരാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ അല്ലാത്ത സമയത്ത് ഞങ്ങൾ നിത്യാരാധന പള്ളിയിലാണ് വന്നിരുന്നത്. അങ്ങനെ അവിടെ വെച്ചിട്ട് അച്ഛൻ ഇവിടുന്ന് പ്രെയർ കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി വരികയായിരുന്നു. അപ്പം ഞങ്ങളുടെ പള്ളിയിൽ ആ സമയത്ത് 10 മാസമായി. ആ സമയത്ത് ഞങ്ങളുടെ പള്ളിയിലെ അച്ഛന് പനിയായിട്ട് അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അപ്പം അച്ഛൻ പറഞ്ഞു എല്ലായിടത്തും പനി വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പം നന്നായിട്ട് പ്രാർത്ഥിച്ചോ, മത്തായി 8:14 അത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ അച്ഛൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ഫാമിലി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അപ്പം തന്നെ വീട്ടിൽ ചെന്ന് ആ വചനഭാഗം എടുത്ത് അവിടെ വെച്ച സമയത്താണ് ചേട്ടൻ്റെ വൈഫ് പനിയായിട്ട് ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ ഒരു രീതിയിലും പനി മാറുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു മൂക്കിലെന്തോ ട്യൂബ് ഇട്ടിട്ട് അവിടെ വലിയൊരു സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 9 മണിയായി. ഞാൻ ഇവിടുന്ന് പോയപ്പം ഒരു 7:15 ആയി ഇവിടുന്ന് പോയപ്പം. അപ്പോൾ ഒരു 9 മണിയായപ്പം ചേച്ചിക്ക് വിളിച്ച് ഈ മത്തായി 8:14 അത് 3 പ്രാവശ്യം ആ ഒരു പാരഗ്രാഫ് 18 വരെ 14 തൊട്ട് 18 വരെയുള്ള ആ ഒരു പാരഗ്രാഫ് അത് ചേച്ചിക്ക് 3 പ്രാവശ്യം. അപ്പം ചേച്ചി ആദ്യം പറഞ്ഞപ്പം ചേച്ചി അത്രയും ബുദ്ധിമുട്ടായിരുന്നു. കാരണം 2 പ്രാവശ്യം അവർ മിംസിൽ പോയിട്ട് അവർ തിരിച്ചു വന്നു. പിന്നെയും അവർ ഹോസ്പിറ്റലിൽ പോവുക. ഡോക്ടർക്ക് മനസ്സിലാകുന്നില്ല. പനിയെന്ന് പറയും, കഫക്കെട്ടെന്ന് പറയും, മൂക്കിൽ പ്രശ്നമെന്ന് പറയും. അങ്ങനെ ഒരു രീതിയിലും ചേച്ചിക്ക് കുറയുന്നുണ്ടായിരുന്നില്ല. അപ്പം എല്ലാവരും ഭയങ്കര വിഷമത്തിലായിരുന്നു. അപ്പം ഞാൻ ചേച്ചിയോട് ചേച്ചി വിശ്വസിച്ചോ, അച്ഛൻ പറഞ്ഞു ഇന്ന് എനിക്ക് പറഞ്ഞു തന്ന ഈ വചനമാണ് ചേച്ചി, ഇപ്പം തന്നെ അത് ഏറ്റെടുത്തു. അപ്പം ചേച്ചി വയ്യാതെ ബെഡേ കിടക്കുകയാണ്. കാരണം ഓരോ മിനിറ്റിലും ചേച്ചി വിറയ്ക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ചേച്ചിക്ക് ആ 3 പ്രാവശ്യം ഒരു നല്ല ആദ്യത്തെ പ്രാവശ്യം പറയാൻ ചേച്ചിക്ക് വയ്യായിരുന്നു. ഞാൻ ഇവിടുന്ന് ഫോണിൽ കൂടെ പറയുമ്പോൾ ചേച്ചിക്ക് അത് ഏറ്റെടുത്ത് പറയാൻ ഒട്ടും പറ്റില്ലായിരുന്നു. പിന്നെ 2ാമത്തെ പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് ചേച്ചിക്ക് കുറച്ചും കൂടി ഒരു ശക്തി കിട്ടി. 3ാമത്തെ പ്രാവശ്യം ആയപ്പോഴത്തേക്ക് ചേച്ചിക്ക് ഒന്നും കൂടെ ചേച്ചി ശക്തമായിട്ട് പറഞ്ഞു. അതിനുശേഷം ചേച്ചിയോട് പറഞ്ഞു ഈശോ എൻ്റെ കൈ സ്പർശിച്ചു, എന്നെ എഴുന്നേൽപ്പിച്ചു, എൻ്റെ പനിയെ ശാസിച്ചു, പനി എന്നിൽ നിന്ന് വിട്ടുമാറിയെന്ന് മാത്രം ചേച്ചി ഒന്ന് വചനം ഏറ്റെടുത്ത് പറയാൻ പറഞ്ഞിട്ട് പിറ്റേ ദിവസം ഇത് തന്നെ വിളിച്ചു പറഞ്ഞു. ചേച്ചി അത് തന്നെ പറഞ്ഞു. അങ്ങനെ അന്ന് രാത്രിയിൽ ചേച്ചിക്ക് പനിച്ചിട്ടില്ല. അന്ന് മുതൽ ചേച്ചിക്ക് പനിച്ചിട്ടേ ഇല്ല. അങ്ങനെ അതൊരു വലിയ സാക്ഷിയായിരുന്നു. അങ്ങനെ ഈ പനിയുള്ളവരെയൊക്കെ കാണുമ്പോൾ ഞാൻ ഫ്രാൻസ് അച്ഛൻ പറയുന്ന ഈ വചനം പറഞ്ഞു കൊടുക്കുമായിരുന്നു. അത് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. അതേപോലെ ഫിലിപ്പിയർ 4:19 ഓരോ ആവശ്യങ്ങൾ വരുമ്പോഴും അച്ഛൻ ഈ പറയുന്ന വചനം ഒത്തിരി സഹായിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ രീതിയിലും ദൈവത്തിനും അച്ഛൻ്റെ ഈ പ്രാർത്ഥനയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. നമ്മൾ പനി വന്നാലും വന്നില്ലെങ്കിലും എല്ലാ ദിവസവും ഈ മത്തായി 8, 14, 18 തിരുവചനങ്ങൾ ആവർത്തിച്ച് ചൊല്ലുന്നത് നല്ലതാണ്.